മേയർ യദു വിഷയത്തിൽ നിലവിലെ ഒരു അന്വേഷണ രീതി കണ്ടാൽ ശരിക്കും ഞെട്ടിപ്പോവാണ്. കാര്യം പോലീസ് ഒരു അജണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കേസ് എവിടെ ചെന്ന് അവസാനിക്കണം എന്ന് കൃത്യമായി ചാർട്ട് ചെയ്ത് തിരക്കഥ എഴുതി വെച്ച ശേഷം ആ തിരക്കഥയിലൂടെ സഞ്ചരിക്കുന്നത് പോലെയാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. മീഡിയകൾക്കും അത് കുറച്ചൊക്കെ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞു. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചുകൊണ്ടോ ധാരണ കൊണ്ടോ യദുവിൻ്റെ ആ ഒരു സത്യസന്ധതയെ വിട്ട് മറ്റു ചിലതിനെ പിടിച്ച് പോയും തുടങ്ങിയിരിക്കുന്നു. ഇവിടെ പോലീസ് ആസൂത്രിതമായി കളിക്കുന്നു എന്ന് സംശയിക്കാൻ ചില കാരണങ്ങളുണ്ട്. യദു ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് അന്വേഷിച്ചില്ല. യദുവിനെ ഒരു പ്രതിയെ പോലെയാണ് യദുവിനോട് പെരുമാറുന്നത്. കാരണം തുടക്കം മുതൽ യദു ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന കേസ് എടുക്കാത്ത ആ സമയം മുതൽ ഇവിടെ ഇതുവരെയുള്ള കാര്യം എടുത്തു നോക്കുമ്പോൾ യദു തന്നെയാണ് പ്രതി, യദു തന്നെയാണ് കുറ്റക്കാരൻ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോലീസ് നിലകൊള്ളുന്ന പോലെ തോന്നുന്നു. രണ്ടാമത് കണ്ടക്ടറെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അതൊരു സാധാരണ കസ്റ്റഡിയിൽ എടുക്കലാണ്. വെറുതെ കണ്ടക്ടർ എന്തൊക്കെയോ പറഞ്ഞു. കണ്ടക്ടർ സത്യസന്ധമായിട്ടല്ല പറഞ്ഞതെന്ന് തുടക്കം മുതൽ മനസ്സിലായിട്ടുണ്ട്. കാരണം ആ യാത്രക്കാരുടെ മൊഴി പ്രകാരം അതല്ലെങ്കിൽ യദുവിന്റെ മൊഴി പ്രകാരം ഒക്കെ കണ്ടക്ടർ മുന്നിലാണ് ഇരുന്നത്. പക്ഷെ കണ്ടക്ടർ പറയുന്നു ഞാൻ പിന്നിലാണ് ഇരുന്നത് എന്ന്. ഒരു കാര്യം മൂപ്പര് അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കണ്ടക്ടറെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് യദു നോക്കിയിരിക്കുമ്പോൾ കണ്ടക്ടർ ബിരിയാണിയിലായിരുന്നു ചോദ്യം ചെയ്യലെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു പാവത്തിനെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടു. ഒരു സ്റ്റേഷൻ മാസ്റ്റർ, ആ ലാൽ സജീവ് എന്ന് പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ മരുന്നുകൾ, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷാ മരുന്നുകൾ അദ്ദേഹത്തിന് കുഴഞ്ഞു വീഴാതിരിക്കാനും മറ്റും ഹൃദയ സംബന്ധമായിട്ടും അല്ലാതെയും മരുന്നുകൾ ഓരോ നേരവും 4-5 ഗുളികകൾ കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിതം നിലനിർത്തിക്കൊണ്ടു പോരുന്നത്. ആ മരുന്നുകൾ പോലും എടുക്കാൻ സമയം കൊടുക്കാതെ വീട്ടിൽ നിന്നും ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ വലിച്ചിറക്കി കൊണ്ടുപോയി അവിടെ എവിടെയാണെന്ന് അറിയാതെ ആ പാവം സ്ത്രീയെയും ഒരു മകനെയും നഗരം മുഴുവനിട്ട് നട്ടം തിരിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്നിട്ട് വിടുകയാണ്, വെറുതെ അങ്ങോട്ട് വിടുകയാണ്. ചോദ്യം ചെയ്യലൊന്നുമില്ല. നീ എവിടെയാണ് മെമ്മറി കാർഡ് എടുത്തു വെച്ചത്, എടുത്ത് യദുവിന് കൊടുത്തത് എപ്പോഴാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് മെമ്മറി കാർഡിന്റെ മേലുള്ള അന്വേഷണം തന്നെയാണ് ഇവിടെ നടക്കുന്നത്, വേറൊന്നും അല്ലാന്ന്. ഇതിൽ പരം എന്താ തെളിവ് കണ്ടത്? ഇനി ഒന്നുകൂടി, ഈ കേസ് സത്യസന്ധമല്ല നടക്കുന്നെന്നുള്ള തെളിവ് യദുവിനെ ഈ സമൂഹത്തിൽ എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമെന്നാണ് പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമെന്ന് അതിന്റെ തെളിവാണ് മെമ്മറി കാർഡ് സംബന്ധിച്ചിട്ടുള്ള ചോദ്യം ചെയ്യലിന് യദുവിനെ കൊണ്ടുപോകുമ്പോൾ ഒരു വിളിച്ചു കഴിഞ്ഞാൽ പോകുന്ന ആളാണ് അയാൾ. എപ്പോഴും തിരുവനന്തപുരം നഗരത്തിലുള്ള ഒരു വ്യക്തി. ഒന്ന് വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാന്ന് പറഞ്ഞ് നേരെ അവിടെ ചെല്ലും. ബലമായിട്ട് പിടിച്ചിട്ട് ഒരു വമ്പൻ ഭീകരവാദിയെ, എന്തോ ഇന്ത്യ മുഴുവൻ ആക്രമിക്കാൻ വന്നൊരു ഭീകരവാദിയെ വളഞ്ഞിട്ട് പിടിക്കുന്നത് പോലെ തോളത്ത് അവിടെ ഒരു പിടി ഇവിടെ ഒരു പിടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വട്ടം ചുറ്റിച്ചിട്ട് പിടിച്ച് ഒരു ഭീകരവാദിയെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോഴേ അയാളൊരു വലിയ പ്രതിയാണെന്ന് ജനത്തിന് തോന്നുള്ളൂ, യദു കുറ്റവാളിയാണെന്ന് തോന്നുള്ളൂ. അതായത് യദു കുറ്റം ആരോപിച്ച് മേയർക്കും MLA-ക്കും എതിരെ ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ പ്രതി യദുവാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിശ്രമമായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ നേരത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ വന്ന് റൂട്ട് മാപ്പൊക്കെ നോക്കി പിറ്റേന്ന് വന്ന് ചായ കുടിക്കാൻ വരുമ്പോൾ അങ്ങാടിയിലിട്ട് പൊക്കിക്കൊണ്ടുപോകാൻ പോലീസ് ജീപ്പ് അവിടെ കാത്തു വെക്കുക. അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് അദ്ദേഹം തലേദിവസം ഉത്സവവും മറ്റു കാര്യങ്ങളുമായി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് രാവിലെ ചായ കുടിക്കാൻ ചെന്നില്ല, അങ്ങാടിയിലിട്ട് പൊക്കാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് പൊക്കേണ്ടി വന്നു. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാവുന്നത് ഈ തിരക്കഥ തയ്യാറാക്കി വെച്ചിട്ട് തന്നെയാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ്. ഈ കേസെല്ലാം ഉണ്ടാക്കിയത് യദുവാണെന്നും യദു ലൈംഗിക ആക്ഷേപം നടത്തിയെന്നും അത് ദൃശ്യമായതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ തെളിവുള്ളത് കൊണ്ടാണ് യദു മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതെന്നും ഒക്കെ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അവർക്ക് പ്രതികൂലമായി വന്നത് ആ വാഹനത്തിൽ അത് ഫിറ്റ് ചെയ്ത ആൾക്കാരുടെ ആ ഒരു മൊഴിയാണ്. ആ ബസ്സിൽ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഒരാൾ 3 ക്യാമറയുടെ ദൃശ്യത്തിൽ പെടില്ല എന്നുള്ളത്. എന്നിട്ടും യദുവിനെ കൊടുക്കാൻ വേണ്ടി മെമ്മറി കാർഡിന്റെ പിന്നാലെ പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ആസൂത്രിത നാടകമല്ലാതെ പിന്നെന്താണ്? ആ മെമ്മറി കാർഡ് പോയി എന്നുള്ളത് പോലീസിന് അറിയാലോ, തിരിച്ചു കിട്ടൂല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മെമ്മറി കാർഡിന്റെ പിന്നാലെ പോകുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, മെമ്മറി കാർഡിന്റെ പിന്നാലെ അന്വേഷണം മാറ്റിക്കൊണ്ട് കുറെ കാലം ഇത് നീട്ടിക്കൊണ്ടു പോകാം, പിന്നെ ക്രമേണ അത് ഇല്ലാതാക്കാം. 2, ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിലൂടെ മേയറും MLA-യും എന്നേക്കുമായി തെളിവ് നശിച്ച് ആ ബസ്സിലുള്ളവരെ ഇറക്കി വിട്ടു എന്നുള്ള ആ ഒരു കുറ്റത്തിൽ നിന്ന് മോചിതനാകാം. പക്ഷെ പുറത്ത് കുറേ ദൃശ്യങ്ങളുണ്ടല്ലോ. പുറത്ത് ട്രാഫിക് സിഗ്നലിൽ അവിടെ വാഹനം കൊണ്ടുവന്ന് വിലങ്ങനെ നിർത്തി തടസ്സപ്പെടുത്തുന്നുണ്ടല്ലോ. ആ ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് പോലീസ് പരിശോധിക്കാത്തത്? മെമ്മറി കാർഡിലും വരുന്നത് വീഡിയോകളാണല്ലോ, വീഡിയോ ദൃശ്യങ്ങളാണല്ലോ. അതേ ദൃശ്യങ്ങൾ തന്നെയാണല്ലോ, അതിന്റെ പുറത്തുനിന്നുള്ള ദൃശ്യം തന്നെയാണല്ലോ മറ്റ് പുറത്തുനിന്നുള്ള സോഴ്സിൽ നിന്നും കിട്ടുന്നത്. എന്താണ് അത് പരിശോധിക്കാതെ? ഏത് എത്ര മണിക്കൂർ ഫോണിൽ സംസാരിച്ചു, ഏത് എവിടെ ഏത് പീഡിയയിൽ ചെന്ന് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുത്തു, ഏത് അവിടുന്ന് എത്ര രൂപയുടെ വെണ്ടയ്ക്ക വാങ്ങി, എത്ര രൂപയുടെ പച്ചവളവ് വാങ്ങി, ഇതൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നതിനാണ് യദുവിന്റെ കാര്യം മാത്രം നോക്കി നടത്തുന്നത്. യദുവിന്റെ പേരുള്ള കേസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച കേസല്ലേ? അതിൽ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ.
ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ള വേറെ കേസുണ്ടല്ലോ, എന്തേ അത് തൊടാത്തത്? യദുവാണ് കുറ്റക്കാരനെന്ന് ഇവർ അന്തിമമായ റിപ്പോർട്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള കള്ളക്കളിയാണ് ഈ മൂന്ന് കേസ് എന്ന് പറയുമ്പോൾ KSRTC കൊടുത്തിട്ടുള്ള മെമ്മറി കാർഡിന്റെ കേസിലും അതുപോലെ മേയർ കൊടുത്തിട്ടുള്ള ലൈംഗിക വിക്ഷേപം കാണിച്ചു എന്നുള്ള കേസിലും മേയർക്കും അതുപോലെ MLA-ക്കും എതിരെ യദു കൊടുത്തിട്ടുള്ള കേസിലും ഈ മൂന്ന് കേസിലും ഒരുമിച്ച് ഒരൊറ്റ റിപ്പോർട്ട് ഉണ്ടാക്കാനായിരിക്കും ഉദ്ദേശം, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട്. അതിനുവേണ്ടിയാണ് ഈ പോലീസ് കളിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് ഈ മൂന്ന് കേസിലും കേസ് ഒന്ന് തന്നെ ആയതുകൊണ്ട് ഒരേ രീതിയിലുള്ള തിരക്കഥ കൊണ്ട് തയ്യാറാക്കി യദുവിനെ പ്രതികൂലത്തിൽ കൊണ്ടുവന്ന് KSRTC സ്റ്റേഷൻ മാസ്റ്ററെയും കണ്ടക്ടറെയും ഒക്കെ സാക്ഷികളാക്കി ആ നാട്ടിലെ മുഴുവൻ കുറെ സഖാക്കളെയും, ഈ ബസ് തടഞ്ഞെടുത്ത് കുറെ സഖാക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്, അവരെയൊക്കെ സാക്ഷികളാക്കി യദുവാണ് കുറ്റക്കാരനെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഒന്നെനിക്ക് പറയാനുള്ളത്, എങ്ങനെ കേസ് ഏതൊക്കെ രീതിയിൽ അവസാനിപ്പിച്ചാലും തെളിഞ്ഞു വരും ഒരു ദിവസം. അന്ന് അവർ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. ഇതുവരെയുള്ള കാലഘട്ടത്തിൽ അതൊക്കെ വന്നിട്ടുണ്ട്. വർഗീസ് വധക്കേസ് നമുക്കറിയാമല്ലോ, പിന്നീട് ഏത് പുറത്തിലാണ് വന്നതെന്നുള്ളത്. എത്ര കാലം കഴിഞ്ഞാലും ഇത് തിരികെ വരും. താൽക്കാലികമായി ഏത് കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്, വരുമാനമില്ല, ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് ആകെ ബുദ്ധിമുട്ടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരുപാട് പ്രയാസം ആ ചെറുപ്പക്കാരൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നീതി അദ്ദേഹത്തോടൊപ്പമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അന്തിമ നീതി അദ്ദേഹത്തിന് തന്നെ ലഭിക്കും.